സെയിൽസിൻ്റെ സ്ക്രീനാണിത്. അതിൽ പാർട്ടി അക്കൗണ്ട് നെയിം കൊടുത്തിട്ടുണ്ട്, സെയിൽസ് ലെഡ്ജർ കൊടുത്തിട്ടുണ്ട്, നെയിം ഓഫ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, ദെൻ വാറ്റ് എന്നുള്ള ടാക്സിൻ്റെ റേറ്റും കൂടെ കൊടുത്തിട്ട് ടാലി പ്രൈമിൽ വാറ്റോട് കൂടി എൻ്റർ ചെയ്യാനായി ആദ്യം ടാലി പ്രൈമിൻ്റെ സ്റ്റാർട്ടപ്പ് സ്ക്രീൻ ആയിട്ടുള്ള ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്നും നേരത്തെ നമ്മൾ കാണിച്ചിരുന്ന സമയത്ത് സെയിൽസ് വൗച്ചറിൽ 2 സ്റ്റോക്ക് ഐറ്റംസും പാർട്ടി അക്കൗണ്ട് ലെഡ്ജർ കൊടുക്കണം, പിന്നെ സ്റ്റോക്ക് ഐറ്റംസ് കൊടുക്കണം, വാറ്റ് റേറ്റ് കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ടാലി പ്രൈമിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്നതെന്ന് നോക്കാം. സെയിൽസും സെയിൽസ് റിട്ടേണും ടാലി പ്രൈമിൽ വാറ്റോടുകൂടി എങ്ങനെ എൻ്റർ ചെയ്യാം? ആദ്യം തന്നെ ഡൊമസ്റ്റിക് സെയിൽസിൻ്റെ കേസ് നോക്കാം. രാജ്യത്തിന് അകത്ത് തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് സെയിൽ ചെയ്യുന്നതിനെയാണ് ഡൊമസ്റ്റിക് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ടാലി പ്രൈമിൽ വാറ്റോടുകൂടി എൻ്റർ ചെയ്യാനായി ആദ്യം ടാലി പ്രൈമിൻ്റെ സ്റ്റാർട്ടപ്പ് സ്ക്രീൻ ആയിട്ടുള്ള ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്നും വൗച്ചർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി സെയിൽസ് വൗച്ചറുടെ ഫംഗ്ഷൻ കീ ആയിട്ടുള്ള F8 പ്രസ് ചെയ്യണം. അങ്ങനെ സെയിൽസ് വൗച്ചർ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് സെയിൽസ് ലെഡ്ജറും പാർട്ടി നെയിമും സെലക്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സ്. അതിനുശേഷം ഏതാണോ സ്റ്റോക്ക് ഐറ്റം ദെൻ അഡീഷണൽ ലെഡ്ജർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുത്തതിന് ശേഷം വാറ്റിൻ്റെ പെർസെൻറ്റേജും കൂടെ കൊടുക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യം ടാലി പ്രൈം സോഫ്റ്റ്വെയറിൽ കാണിക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെയാണ് ടാലി പ്രൈമിൻ്റെ സ്ക്രീനിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ തിയറിറ്റിക്കലി പറഞ്ഞ കാര്യം തന്നെ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള സ്ക്രീനാണിത്. F8 പ്രസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ടാലിയുടെ സെയിൽസിൻ്റെ സ്ക്രീനാണിത്. അതിൽ പാർട്ടി അക്കൗണ്ട് നെയിം കൊടുത്തിട്ടുണ്ട്, സെയിൽസ് ലെഡ്ജർ കൊടുത്തിട്ടുണ്ട്, നെയിം ഓഫ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, ദെൻ വാറ്റ് എന്നുള്ള ടാക്സിൻ്റെ റേറ്റും കൂടെ കൊടുത്തിട്ട് അതിൻ്റെ എമൗണ്ടും കൂടെ കാണിച്ചതിന് ശേഷം Ctrl A അടിക്കുക, അതല്ലെങ്കിൽ എൻ്റർ അടിച്ചതിന് ശേഷം ഈ സ്ക്രീൻ ആക്സെപ്റ്റ് ചെയ്യുക. ഇനി നമ്മളിപ്പോൾ ചെയ്ത ഈ സെയിൽസിൻ്റെ ടാക്സ് അനാലിസിസ് സ്ക്രീന് കാണാനായി Ctrl+O എന്നുള്ള ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യുക. അതിൽ നിന്നും വാറ്റ് ടാക്സ് അനാലിസിസ് എന്നുള്ള സ്ക്രീന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന റിപ്പോർട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയി കാണാൻ വേണ്ടി Alt+F5 പ്രസ് ചെയ്യാം. ആ സ്ക്രീനാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് യു ക്യാൻ റെക്കോർഡ് ദ സെയിൽസ് ഓഫ് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ സെയിം ഇൻവോയ്സ് ബൈ സെലക്ടിങ് ദ റെക്കോർഡ് സെയിൽസ് ആൻഡ് വാറ്റ് ലെഡ്ജേഴ്സ്. നേരത്തെ നമ്മൾ കൊടുത്തിരുന്നത് സെയിൽസിൽ സ്റ്റോക്ക് ഐറ്റവും അതിൻ്റെ വാറ്റ് റേറ്റും വാറ്റ് എമൗണ്ടും മാത്രമായിരുന്നു. എന്നാൽ ഇതിൽ സെയിൽസിൽ നമ്മൾ ഐറ്റംസ് അടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പെൻസും കൂടെ, അതായത് ഇൻസ്റ്റോളേഷൻ സർവീസ് എന്നുള്ളൊരു ലെഡ്ജർ കൂടെ സ്റ്റോക്ക് ഐറ്റംസിൻ്റെ താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ഐറ്റംസിൻ്റെ ടോട്ടൽ എമൗണ്ടും ഇൻസ്റ്റോളേഷൻ സർവീസിൻ്റെ എമൗണ്ടും കൂടെ ആഡ് ചെയ്ത് മൊത്തത്തിലുള്ള ടാക്സ് റേറ്റ് ആണ് താഴെ കാണിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് യു ക്യാൻ റെക്കോർഡ് ദി സെയിൽ ഓഫ് ബോത്ത് ടാക്സബിൾ ആൻഡ് എക്സെംപ്റ്റ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ദ സെയിം ഇൻവോയ്സ് ബൈ സെലക്ടിങ് ദ റെക്കോർഡ് സെയിൽസ് ആൻഡ് വാറ്റ് ലെഡ്ജേഴ്സ്. നേരത്തെ നമ്മൾ കാണിച്ചിരുന്ന സമയത്ത് സെയിൽസ് വൗച്ചറിൽ 2 സ്റ്റോക്ക് ഐറ്റംസും അതിൻ്റെ താഴെ ഇൻസ്റ്റോളേഷൻ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ടാക്സബിൾ ആയിരുന്നു, എക്സ്പെൻസും ടാക്സബിൾ ആയിരുന്നു, സ്റ്റോക്ക് ഐറ്റംസും ടാക്സബിൾ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിലുള്ള വാറ്റ് റേറ്റ് ആണ് താഴെ കാണിച്ചിരുന്നത്. എന്നാൽ ഇതിൽ സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറയുന്നത് ടാക്സബിളും എക്സ്പെൻസ് എക്സംപ്റ്റഡ് ആണ്, എന്ന് വെച്ചാൽ ടാക്സ് ഇല്ല. അങ്ങനെ വരുന്ന കേസിൽ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ വാറ്റ് റേറ്റ് മാത്രമാണ് താഴെ കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് യു ക്യാൻ റെക്കോർഡ് സെയിൽസ് റിട്ടേൺസ് എഗെയിൻസ്റ്റ് ആൻ ഏർലിയർ സെയിൽസ് ട്രാൻസാക്ഷൻ യൂസിങ് എ ക്രെഡിറ്റ് നോട്ട്. സെയിൽസ് കാണിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി സെയിൽസ് റിട്ടേൺ, വിറ്റ സാധനം തിരിച്ച് റിട്ടേൺ വരികയാണെങ്കിൽ അത് ടാക്സോടുകൂടി എങ്ങനെ ടാലി പ്രൈമിൽ എൻ്റർ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്നും വൗച്ചർ ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം F10 പ്രസ് ചെയ്യുക. F10 എന്നുള്ളത് അതർ വൗച്ചേഴ്സിൻ്റെ ഫംഗ്ഷൻ കീ ആണ്. അതിൽ നിന്നും ക്രെഡിറ്റ് നോട്ട് എന്നുള്ള വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം പാർട്ടി അക്കൗണ്ട് ലെഡ്ജർ കൊടുക്കണം, പിന്നെ സ്റ്റോക്ക് ഐറ്റംസ് കൊടുക്കണം, വാറ്റ് റേറ്റ് കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ടാലി പ്രൈമിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്രെഡിറ്റ് നോട്ട് വരുന്നത്. ക്രെഡിറ്റ് നോട്ട് എന്നുള്ള വൗച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം പാർട്ടി നെയിം കൊടുത്തിട്ടുണ്ട്, നെയിം ഓഫ് ഐറ്റം കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം വാറ്റ് റേറ്റ് കൊടുക്കണം. സെയിൽസിൽ എൻ്റർ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ വിറ്റ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിയും റേറ്റും ഐറ്റംസും അല്ല, റിട്ടേൺ വന്ന ഐറ്റം ഏതാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അതിൻ്റെ റേറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ് ക്രെഡിറ്റ് നോട്ടിൽ അഥവാ സെയിൽസ് റിട്ടേണിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക്